ആസ് എ സൈക്കോളജിസ്റ്റ് ഡെയിലി പല ആളുകളെയും ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ചില ആളുകൾ കോമഡി പറഞ്ഞ് സ്ട്രെസ്സ് കുറക്കാൻ നോക്കും. വേറെ ചിലർ ടെൻഷൻ അടിച്ച് വിയർക്കും. ഇനി മറ്റ് ചിലർ പ്രശ്നം അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കും. എന്തുകൊണ്ടാണ് ആളുകൾ എക്സാക്റ്റ് സെയിം സിറ്റുവേഷനിൽ പോലും ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഇവിടെയാണ് പേഴ്സണാലിറ്റി എന്ന സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയും അവൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ആണ് കേട്ടോ, അല്ലെങ്കിൽ അവൻ വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ എന്നൊക്കെ. ബട്ട് വാട്ട് ഈസ് ഇറ്റ് റിയലി? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ യുണീക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻറ്റ് ബിഹേവിയറൽ ട്രെയ്റ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഇതിൻ്റെ മെയിൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയും പിന്നെ ഡിസ്റ്റിങ്റ്റീവ്നെസ്സുമാണ്. ഹ്യൂമൻ പേഴ്സണാലിറ്റി വർക്ക് ചെയ്യുന്നത് ചില പാറ്റേൺസിലൂടെയാണ്. അഥവാ പല സിറ്റുവേഷൻസിലും ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യാനുള്ള ഒരു ഡ്യൂറബിൾ ഡിസ്പൊസിഷൻ നമുക്ക് കാലക്രമേണ ഉണ്ടാവും. ഇതിനെയാണ് സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഇതിനെ നോർമലി ബിഗ് 5 ട്രെയ്റ്റ്സ് ആയിട്ട് കണക്കാക്കാം. എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസിസം, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, എഗ്രിയബിൾനെസ്, പിന്നെ കോൺഷ്യൻറ്റസ്നെസ്. നമ്മൾ പലപ്പോഴും ഈ ട്രെയ്റ്റ്സിൻ്റെ ബേസിസിലാണ് എക്സ്റ്റേണൽ വേൾഡിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ന്യൂറോട്ടിസം കൂടുതലുള്ള ഒരു പേഴ്സണാലിറ്റി ചെറിയ ഇഷ്യൂസിനെ പോലും വലിയ ത്രെറ്റായിട്ട് കണ്ട് ആങ്ഷ്യസ് ആവും. എന്നാൽ കോൺഷ്യൻറ്റസ്നെസ് കൂടുതലുള്ള ഒരാൾ ഓർഡർ ആൻഡ് ഡിസിപ്ലിനിലായിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി, ആ ക്യാരക്ടറിൻ്റെ മൈൻഡിലുള്ള നീഡ് ഫോർ കൺട്രോൾ ആൻഡ് സ്പെസിഫിക് ബിഹേവിയറൽ പാറ്റേൺ വളരെ കൺസിസ്റ്റൻ്റ് ആണ്. ഡൈനിങ് ടേബിളിലായാലും പുറത്തായാലും അയാളുടെ റിയാക്ഷൻ വളരെ യുണീക്കാണ്. അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് മൂവിയിലെ ഡോക്ടർ സണ്ണി, ആ ക്യാരക്ടറിൻ്റെ എക്സ്ട്രാവേർഷൻ, സോഷ്യബിൾ നേച്ചർ, പിന്നെ ആ ഒരു അൺകൺവെൻഷണൽ ആറ്റിറ്റ്യൂഡ് ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും വളരെ കൺസിസ്റ്റൻ്റ് ആയാണ് കാണിക്കുന്നത്. അൾട്ടിമേറ്റ്ലി പേഴ്സണാലിറ്റിയാണ് ഹ്യൂമൻ ബിഹേവിയറിനെ വളരെ കോംപ്ലക്സ് ആക്കുന്നതും അറ്റ് ദ സെയിം ടൈം സ്ലൈറ്റ്ലി പ്രഡിക്റ്റബിൾ ആക്കുന്നതും. ഇറ്റ് ഈസ് ദ സൈലൻറ്റ് ആർക്കിടെക്റ്റ് ഓഫ് അവർ തോട്ട്സ് ആൻഡ് ബിഹേവിയർ. തിങ്ക് അബൌട്ട് ഇറ്റ്.